നാട്ടിൽ വന്നു കഴിഞ്ഞാലേ ആമക്കുട്ടിക്ക് ഒരു വാശിയുണ്ട്. മുടിയിൽ എണ്ണ തേച്ച് കൊടുക്കണം, തല മസാജ് ചെയ്ത് കൊടുക്കണം, അങ്ങനെ കുറെ പരിപാടികളാണ്. അപ്പൊ ഈ വെളിച്ചെണ്ണ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ഞാൻ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് 2-3 ബോട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ട് പോകും. ഇതില് കൂട്ടിച്ചേർക്കേണ്ട ഐറ്റംസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണമെങ്കിൽ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. തുളസിയില, കറ്റാർവാഴ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ചെമ്പരത്തിപ്പൂ, അത് എന്തൊക്കെ വേണ്ടത് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഈ സംഭവം തേച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലെ ആമക്കുട്ടി? അപ്പൊ ഓരോ തവണ ലീവിന് വരുമ്പോഴും ഞാൻ 2-3 കുപ്പി ഉണ്ടാക്കി വെച്ചിട്ട് പോകും. ഇതിപ്പോ കഴിയാറായിട്ടുണ്ട്. കുറച്ച് ഇതുപോലെ ആമക്കുട്ടിയുടെ 1-2 കൂട്ടുകാരികൾക്ക് കൊടുത്തു. അവർ നല്ല റിസൾട്ടാണ് പറഞ്ഞത്. പക്ഷെ എല്ലാവർക്കും പറ്റുമോ എനിക്കറിയില്ല. എന്തായാലും ഞാനത് ഉണ്ടാക്കുന്നതിനാണ് ഞാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ വീഡിയോ ചെയ്യാം. ഓക്കെ, നമുക്ക് തേക്കല്ലേ ആമക്കുട്ടി? ആൺകുട്ടിക്ക് ഇപ്പൊ ഒരു സൈക്കിൾ വാങ്ങിച്ചോട്ടാ. അതിന്റെ ഹാപ്പി ആയിട്ടൊന്നും ഇപ്പൊ സൈക്കിൾ വിട്ട് പഠിച്ച് വന്നോളൂ. വേനൽക്കിനാവിന്റെ ചെപ്പി വിങ്ങിപ്പടരുമെന്നുത്തേ നിന്നെ തഴുകിത്തലോടാ നിർവൃതിയോടെ പുണരാ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ വസന്തം പോലെ വിങ്ങിപ്പടരുന്നു മേലെ മേലെ വാനം വാനം മനസ്സിൻ മടിയിലെ മാന്തളിരെ മയങ്ങൂ മണിക്കുരുന്നേ കനവായി മിഴികൾ അച്ഛന്റെ മോത്തും മുഴേനെണ്ണേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങോ നീ ഉറങ്ങോ മനസ്സിൻ മടിയിലെ മാൻകുരുന്നു മയങ്ങോ. ഏത് പാട്ടാ ആമക്കുട്ടി വേണ്ടത്? ആമക്കുട്ടി ഇഷ്ടപ്പെട്ട പാട്ട്? ഞാൻ ആമക്കുട്ടി പാട്ട് പാടിയ പാട്. ആമക്കുട്ടി പണ്ട് ചെറുപ്പം തൊട്ട് പാടുന്ന ഒരു പാട്ടിട്ട് എവിടെ പോയാലും ആമക്കുട്ടിക്ക് ഈ പാട്ടുള്ള ഏതാണെന്ന് അറിയാം. ഒരു ഭക്തിയാറുണ്ട്. തേടി വരും ഓടിയെത്തും സ്വാമി. എവിടെ പാട്ട് പാടാൻ പറഞ്ഞാലും ഒരു 3ാം ക്ലാസ് വരെയൊക്കെ ഈ ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പാടുന്നത് ഈ പാട്ടാ. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി. നല്ല പാട്ടല്ലേ? തിരുവിളക്കിൻ കതിരൊളി കുടിയിരിക്കും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി. ഓക്കെ, ഉറങ്ങല്ലേട്ടാ. വീട്ടിൽ കുളിക്കണേലും പിന്നെ ഉറങ്ങുന്നോന്നുണ്ട്. ഇവ കുളിച്ചോളൂ. മുടി വെട്ടാന്ന് നോക്കില്ല. ഇവ കുളിച്ചോട്ടാ. എടുത്ത് വെച്ചോ. അപ്പൊ ഇതിന്റെ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന രഹസ്യം ഒരു 2 ആഴ്ച കഴിയുമ്പോ ഞാൻ പരസ്യമാക്കാട്ടാ. ഓക്കെ.